കടക്കൽ ദേവി ക്ഷേത്രത്തിൽ വിപ്ലവഗാനം ആലപിച്ച സംഭവത്തിൽ DGPക്ക് പരാതി നൽകി യൂത്ത് കോൺഗ്രസ്. ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളെയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിലാണ് DGPക്ക് പരാതി നൽകിയത്. ഇത് കേസിനെ തികച്ചും ദുർബലപ്പെടുത്താനുള്ളൊരു ശ്രമമായിട്ടാണ് ഞാനിത് കരുതുന്നത്. ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികളായിട്ടുള്ള ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറും സബ് ഗ്രൂപ്പ് ഓഫീസറും പിന്നീട് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റും അടക്കമുള്ളവരാണ് ഒന്നാം പ്രതി ആവേണ്ടത്. അവരെ ആരെയും പ്രതിപട്ടികയിൽ ചേർക്കാതെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഗായകനെ മാത്രം മുൻനിർത്തി ഈ കേസിനെ തന്നെ തികച്ചും ദുർബലപ്പെടുത്തുന്ന ഒരു നീക്കമാണ് ഉദ്യോഗസ്ഥർ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇത് കാണിച്ചുകൊണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേരുകയാണ്. ഷമീർ, നേരത്തെ ദേവസ്വം ബെഞ്ചിനെ പരാതിയുമായി സമീപിച്ചത് ഇതേ യൂത്ത് കോൺഗ്രസ് നേതാവ് തന്നെ അല്ലായിരുന്നോ? എന്തൊക്കെയാണ് പരാതിയിൽ പറയുന്നത്? തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. എന്നാൽ ഈ കടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നത്. പക്ഷേ കടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ പരാതി നൽകിയിട്ട് നാളിതുവരെയായും പോലീസ് കേസെടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്നലെ വൈകിട്ട് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇന്നലെ വൈകിട്ട് അലോഷ്യയെ ഒന്നാം പ്രതിയായും കണ്ടാലറിയാവുന്ന മറ്റുള്ള രണ്ടാം പ്രതിയായും കണക്കാക്കി പോലീസ് കേസെടുത്തു. പക്ഷേ ഈ കേസിൽ ഇതിന്റെ നടത്തിപ്പുകാരോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഉപദേശക സമിതിയോ ഈ പ്രതി ചേർത്തിട്ടില്ല. പകരം അലോഷ്യയെ മാത്രം പ്രതിയായി ഉൾപ്പെടുത്തിയത് ശരിയായില്ല. അത് പോലീസ് കണ്ണിൽ പൊടിയിടാനാണ്, ഇത്തരത്തിൽ നീക്കം കണ്ണിൽ പൊടിയിടാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ DGPയെ സമീപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ, ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പ് ഓഫീസർ എന്നിവരെ കൂടി പ്രതി ചേർക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെ ഇപ്പോൾ DGPയെ സമീപിച്ചിരിക്കുന്നത്. ബിനിൽ.